എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, വിശുദ്ധിയില്ലാതെ ദൈവപ്രസാദം നമ്മിൽ വരുമോ? വിശുദ്ധിയില്ലാതെ ദൈവം നമ്മിൽ പ്രസാദിക്കുമോ എന്നൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഭാഗം കൊരിന്ത്യർക്കെഴുതിയ ലേഖനമാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ലേഖന ഭാഗമാണ്. പൗലൂസിന്റെ അതിമനോഹരമായിരിക്കുന്ന ലേഖനങ്ങളുടെ രണ്ട് ലേഖനങ്ങളാണ്. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, രണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം. കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം പാപത്തിൻ്റെ ഒരു പട്ടണമായിരുന്നു. പക്ഷേ അതിനകത്ത് അനുഗ്രഹീതമായൊരു സഭ ഉടലെടുക്കുവാനിടയായി. ആ സഭയ്ക്ക് പൗലൂസ് എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ഭാഗങ്ങൾ, രണ്ട് ലേഖനങ്ങൾ, ഒന്ന് കൊരിന്ത്യർ, രണ്ട് കൊരിന്ത്യർ എന്ന രണ്ട് ഭാഗങ്ങളായി ലേഖനങ്ങളെ കാണാൻ സാധിക്കുന്നു. ആ സഭയുടെ പ്രത്യേകത, കൊരിന്ത് പട്ടണം പാപം നിറഞ്ഞതാണെങ്കിലും ആ കൊരിന്ത് പട്ടണത്തിന്റെ അകത്തുള്ള സഭ എല്ലാ കൃപാവരങ്ങളാലും നിറയപ്പെട്ടൊരു സഭയായിരുന്നു, അനുഗ്രഹീതമായ സഭ. എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സഭയ്ക്കകത്ത്, കൊരിന്ത് പട്ടണത്തിനകത്ത് നടക്കുന്ന പല പാപങ്ങളും കടന്നു വരുന്നതായി പൗലൂസ് അപ്പോസ്തലൻ വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഒത്തിരി ആ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷേ പൗലൂസ് അപ്പോസ്തലൻ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും തൻ ആത്മാവിൽ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഒരു പഴയ നിയമത്തിലെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തെ ഉപമയായി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ അനുഭവത്തെ എടുത്തുകൊണ്ട് പൗലൂസ് ശ്ലീഹ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് ഈ തിരുവചന ഭാഗങ്ങളിൽ കൂടെ ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധിയില്ലാതെ ദൈവം പ്രസാദിക്കുമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തും എല്ലാ കാര്യങ്ങളും നമ്മളും പറയാറുണ്ട്, എന്നിൽ ദൈവപ്രസാദമുണ്ടെന്ന്. അല്പസമയം നമ്മൾ ആ തിരുവചന ചിന്തകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇസ്രായേൽ മക്കളുടെ യാത്ര, മോശ മുഖാന്തരം ദൈവ സാന്നിധ്യത്തിൽ കൂടെ ഇറങ്ങി വന്ന ഇസ്രായേൽ മക്കൾ. അവിടെ നമ്മൾ വായിച്ചത് മേഘത്തിന് കീഴിൽ ആയിരുന്നു എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവ സാന്നിധ്യം അവർ ശരിക്കും ഈ ജനം മുഴുവനും അനുഭവിച്ചവരാണ്. രണ്ടാമതായി വായിക്കുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. കണ്ടോ എന്നതിന്റെ അർത്ഥം, ഒന്ന്, അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ച ജനം. രണ്ടാമത്തെ കാര്യം, അവർ സ്നാനപ്പെട്ടു. നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നു, ആ ചെങ്കടൽ കടന്നു വന്നത് സ്നാനത്തിന് ഒരു മുൻകുറിയായിട്ട് ലേഖകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും സ്നാനമേറ്റു. എങ്ങനെ? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ പുതിയ നിയമത്തിൽ പറയുന്ന പോലെ ജലത്തിൽ സ്നാനമേറ്റതുപോലെ അവർ എന്ത് ചെയ്തു? ചെങ്കടൽ കടന്നു വന്നത് അവർക്ക് സ്നാനത്തിന് ഒരു മുൻകുറിയാണ്. അപ്പോൾ ഒന്ന്, ദൈവ സാന്നിധ്യം അവരനുഭവിച്ച ഒരു ജനം. രണ്ട്, സ്നാനപ്പെട്ട ദൈവജനം. ഇനി മൂന്നാമത്തെ കാര്യം, അവർ മോശയോട് ചേർന്നു. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് കയറുമ്പോൾ
റോമലേഖനത്തിൽ പറയുന്നു ക്രിസ്തുവിനോട് ചേരുന്നു, അല്ലെങ്കിൽ സഭയോട് ചേരുന്നു. എന്താണ് സഭയോട് ചേരുന്നത്? നമുക്കറിയാം, പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേർ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ട് അവർ സഭയോട് ചേർന്നു, സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഈ ഭൂമിയിൽ ഒരു സഭ ഉണ്ട് എന്ന് വെച്ചാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ, അല്ലെ? ആ സഭയോട് ചേർന്ന് വെച്ചാൽ വേർപെട്ടവരായി തീർന്നു എന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ വേർപാടുണ്ടായിരുന്നു. ഒന്ന്, ദൈവ സാന്നിധ്യം അനുഭവിച്ച ജനം. 2, സ്നാനപ്പെട്ട ദൈവജനം. 3, സഭയോട്, വേർപെട്ട സഭയോട് ചേർന്ന ജനം. 3 കാര്യമായി. ഇനി 4-മത്തെ കാര്യം, എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന്. സ്തോത്രം. ഒരേ ആത്മീയാഹാരം എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം സ്വർഗീയ ഭോജനമായ മന്ന കൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി. ഇതുപോലെയാണ് ദൈവവചനത്തെയാണ് മന്ന കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം അവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും മന്ന കൊടുത്തു. പുതിയ നിയമത്തിൽ വരുമ്പോൾ മന്ന ദൈവവചനമായി കാണാൻ സാധിക്കുന്നു. സ്വർഗീയമായ ഭോജനം, കർത്താവിന്റെ ശ്വാസമായ ദൈവവചനം അവരുടെ ജീവിതത്തിനകത്ത് മന്നയായി വന്നു. എന്ന് വെച്ചാൽ ആരോഗ്യമില്ലാത്തവൻ അതിനകത്തുണ്ടായിരുന്നില്ല, കാഴ്ചക്കുറവുള്ളവൻ അവിടെ അതിനകത്തുണ്ടായിരുന്നില്ല, ഒരു രോഗി ബലഹീനൻ അതിനകത്തുണ്ടായിരുന്നില്ല. കാരണം അവർ കഴിച്ചത് സ്വർഗീയ ഭോജനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ദൈവവചനത്തിന്റെ കീഴിൽ അവർ പോയിരുന്നു. ഇനി ആത്മീയമായി എല്ലാവരും ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ആത്മീയ പാനം കുടിച്ചു എന്ന് വെച്ചാൽ അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് മന്ന മാത്രമല്ല കൊടുത്തത്, മധുരജലം കൊടുത്തവരെ മരുഭൂമിയിൽ നടത്തി. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ അവർ മുമ്പിലോട്ട് നയിക്കപ്പെടുന്നവരായി തീർന്നു. ഇനി നോക്കണം, അവർ അനുഗമിച്ച ആത്മീയ പാറ എന്ന് വെച്ചാൽ അവിടെ ഉറപ്പുള്ള ഒരു പാറയുണ്ടായിരുന്നു, യഹോവയായ ദൈവം. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ ഉറപ്പുള്ളതായി കണ്ടു, ദൈവത്തെ അവർ ഉറപ്പുള്ളതായി കണ്ടു. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ച ജനം, സ്നാനപ്പെട്ട ജനം, പിന്നീട് ദൈവവചനമുള്ള ജനം, പരിശുദ്ധാത്മാവാകുന്ന ആ നദിയിൽ അല്ലെങ്കിൽ പാനീയം കുടിച്ച ജനം, സഭയോട് അല്ലെങ്കിൽ ഒരു വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടത്തിൽ ചേർന്ന ജനം, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പുള്ള ജനം. സ്തോത്രം. നല്ലൊരു കൂട്ടമല്ലേ? അവരുടെ യാത്ര എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. സ്തോത്രം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ അടുത്ത വാക്ക് പറയുന്നതാണ് നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? 5-ാം വാക്യം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട ജനമല്ലേ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ജനമല്ലേ, ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്ന ജനമല്ലേ, ആത്മീയ ആഹാരമായ ദൈവവചനം അവർ ഭക്ഷിച്ചു പോകുന്നില്ലേ, ആത്മീയ പാനീയമായ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിൽ ജീവിക്കുന്നവരല്ലേ, വേർപെട്ട സഭയോട് കൂടിയവരല്ലേ. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഉറപ്പ് ക്രിസ്തുവല്ലേ. പിന്നെ എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല? ഇതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല? സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു, ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നു, എല്ലാ ശുശ്രൂഷകളും ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് ചോദിക്കുന്നു, നമ്മിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവ സഭയ്ക്കകത്ത് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മൾ സ്നാനപ്പെട്ടവരായിരിക്കാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കാം, അന്യഭാഷ ദൈവ സാന്നിധ്യം എപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നവരായിരിക്കാം, സ്തോത്രം, വേർപെട്ട ആരാധനയിൽ കൂടുന്നവരായിരിക്കാം, നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് ക്രിസ്തു ആയിരിക്കാം. പക്ഷേ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ചോദിക്കുന്നു, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചോദ്യം നിങ്ങളുടെ അകത്തട്ടിൽ തിളച്ചുകൊണ്ടിരിക്കട്ടെ. വേർപാടിന് ഇറങ്ങിയവരെ, വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങിയവരെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കാം, ഞാൻ വേർപെട്ട സഭയിൽ ആരാധിക്കുന്ന ഒരു വേർപാടുകാരനാണ്, ഞാൻ വേർപാട് ഉപദേശിക്കുന്ന വ്യക്തിയാണ്, ഉപദേശം പറയുന്ന വ്യക്തിയാണ്, വിശുദ്ധി പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ദൈവം ചോദിക്കുന്നു, ദൈവം ഇതിൽ എന്തെങ്കിലും പ്രസാദിക്കുന്നുണ്ടോ?
സ്നാനപ്പെട്ട് കയറുന്നത് നല്ലതാ. ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ? അഭിഷേകത്തിൽ നിറയും നല്ലതാ. പക്ഷെ അതിൽ ദൈവപ്രസാദം ഉണ്ടോ? വേർപെട്ട ആരാധനയെ പോകുന്നു, അത് ദൈവപ്രസാദം ഉണ്ടോ? 25 ലക്ഷം പേരും ഒരു വലിയ പടയെ പോലെ ദൈവം പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ഇവരുടെ സിസ്റ്റത്തിൽ ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല. അതെന്താ ദൈവമേ നീ പ്രസാദിക്കാത്തത്? അടുത്തു നോക്കണം. അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. അവരെ ദൈവം മരുഭൂമി തള്ളിക്കളഞ്ഞു. ഒന്ന്, ദൈവം അവരെ പ്രസാദിച്ചില്ല. പ്രസാദിക്കാത്തവരെ എന്ത് ചെയ്തില്ല? ദൈവം കനാനിൽ കൊണ്ടുപോകുന്നില്ല. മരുഭൂമിയിൽ അവിടെ വെച്ച് ദൈവം അങ്ങ് തള്ളിക്കളഞ്ഞു, റിജക്റ്റ് ചെയ്തു കളഞ്ഞു. ദൈവത്തിന് അവനെ വേണ്ടെന്ന് പറഞ്ഞു കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം പ്രസാദിക്കാതെ പോയപ്പോൾ തന്നെ ഇവർക്ക് ആഹാരത്തിന് സ്വർഗീയ ആഹാരം മുടക്കിയില്ല, വെള്ളം മുടക്കിയില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, കാലിലെ ചെരുപ്പ് പഴകിപ്പോയില്ല, അവർക്ക് മേഘസ്തംഭം നിർത്തിയില്ല, അഗ്നിസ്തംഭം നിർത്തിയില്ല. സ്തോത്രം. ഇവർ ചിന്തിച്ചു കാണും, ഞങ്ങൾ സ്നാനപ്പെട്ടത് കൊണ്ടാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നത് കൊണ്ടാണ്, ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ നടക്കുന്നത് കൊണ്ടാണ്, വചനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്, ഞങ്ങൾ വേർപാട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ നന്മകളെല്ലാം കിട്ടുന്നതെന്ന്. അല്ലല്ല, ഇത് ദൈവത്തിന്റെ റേഷനാണ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ത്യൻ പൗരത്വമുള്ളവന് ഇന്ത്യക്കകത്ത് റേഷൻ ഉള്ളതുപോലെ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്ന മക്കളെ ഈ മരുഭൂമിയിൽ കൊന്നിട്ട് കഴിഞ്ഞാൽ, ആഹാരം കൊടുക്കാതിരുന്നാൽ, വെള്ളം കൊടുക്കാതിരുന്നാൽ, ചുട്ടുപൊള്ളുന്ന അനുഭവത്തിൽ വരെ തകർത്ത് കളഞ്ഞാൽ, എന്റെ വലിയവനായ ദൈവത്തിന്റെ നാമം ജാതികളുടെ നിന്ദിക്കുമെന്ന് പറഞ്ഞ് ദൈവം അവർക്കുള്ള റേഷൻ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവർ ചിന്തിച്ചത് എന്താണ്? ഞങ്ങൾ ഇസ്രായേലരായതുകൊണ്ടാ, ഞങ്ങൾ വേർപെട്ടത് കൊണ്ടോ, ഞങ്ങൾ ഉപവസിക്കുന്നത് കൊണ്ടാ, ഞങ്ങൾ അന്യഭാഷ പറഞ്ഞതുകൊണ്ടാ ഈ നന്മകൾ. ഇല്ലില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതിനെ കൊണ്ടിട്ട് നമുക്ക് കിട്ടിയ നന്മകളെ കണ്ടിട്ട് ദൈവപ്രസാദം എന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പല വിശുദ്ധന്മാർക്കും, പല ദൈവമക്കൾക്കും, പല സഭകൾക്കും പറ്റിയ അബദ്ധം ഇതാണ്. ചില നന്മകൾ വീട്ടിൽ വന്നതുകൊണ്ട് ഉപവസിച്ചിരുന്ന് ചില വിടുതൽ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഇത് ദൈവം എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് എനിക്ക് തന്നതാണ്. ഒരു ആക്സിഡന്റിൽ നിന്നും വിടുതൽ നൽകിയത് കൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ ആക്സിഡന്റ് എന്നെ വിട്ടുപോയത് ദൈവം എന്നിൽ പ്രസാദിച്ചോ? ഇല്ലില്ല. ഇതൊന്നും ദൈവപ്രസാദത്തിന്റെ സിംബലല്ല. സ്തോത്രം. ഈ ഭൗതിക അനുഗ്രഹങ്ങളൊന്നും ദൈവം നമ്മൾ പ്രസാദിച്ചത് കൊണ്ടല്ല കിട്ടിയത്. അത് ദൈവത്തിന്റെ റേഷനാണ്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മളെ വിളിച്ചിറക്കിയപ്പോൾ ദൈവം നമുക്ക് അനുവദിച്ച് വെച്ചിരിക്കുന്ന ചില നന്മകളാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ വഴിയിൽ, മരുഭൂമിയിൽ നമ്മളധികം തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. നമ്മിൽ ദൈവപ്രസാദമുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവപ്രസാദമുണ്ടോ? നമ്മുടെ ആലയത്തിനകത്ത് ദൈവപ്രസാദം വരുന്നുണ്ടോ? ദൈവദാസിമാരെ, നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവപ്രസാദമുണ്ടോ? നമ്മുടെ പ്രസംഗത്തിൽ ദൈവപ്രസാദമാണോ? ഹല്ലേലൂയ. കണ്ടോ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ ഒരു പരാജിതമായ അനുഭവങ്ങൾ. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാത്തത്? ഇവർ സ്നാനപ്പെട്ടില്ലേ? ഇവർ പരിശുദ്ധാത്മാവിൽ അല്ലേ പോകുന്നത്? ഇവർ വചനം ഇവരുടെ അകത്തില്ലേ? മന്ന ഇവർ കഴിക്കുന്നില്ലേ? ഇവർ വേർപെട്ടല്ലേ ജീവിക്കുന്നത്? പിന്നെ എന്താണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ട് ദൈവം ഇവരിൽ പ്രസാദിച്ചില്ല? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, പലപ്പോഴും നമ്മിൽ ദൈവത്തിന് പ്രസാദമില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മിൽ ദൈവപ്രസാദം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അർത്ഥം, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വീട് കിട്ടി, ഓ ദൈവം എനിക്ക് തന്ന നന്മയാണ്, ദൈവം എന്നിൽ പ്രസാദിച്ചത് കൊണ്ടാണ്. മോനല്ലെങ്കിൽ മോൾക്ക് ഒരു നല്ലൊരു അഡ്മിഷൻ കിട്ടി, നമ്മൾ അയ്യോ
ദൈവം എന്റെ കണ്ണുനീര് കണ്ട് ദൈവം എന്നിൽ പ്രസാദിച്ചതാണ്. ഇരുന്നിരുന്നത് നല്ല ജോലി മകനോ മകൾക്കോ വിദേശത്തോ സ്വദേശത്തോ കിട്ടി. നമ്മൾ ഉടൻ പറയും ഇത് ദൈവം എനിക്ക് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഇതൊന്നും ദൈവപ്രസാദത്തിന്റെ ലക്ഷണമല്ല. ഇതിലൊന്നിലും ദൈവപ്രസാദം നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് കിട്ടുന്ന നന്മയേക്കാൾ, നമുക്ക് കിട്ടിയ ജോലിയേക്കാൾ ജാതികൾക്ക് എത്രമാത്രം വലിയ ജോലികൾ കിട്ടി. അത് ദൈവപ്രസാദമാണോ? നമ്മൾ പാർക്കുന്ന വീടിനേക്കാൾ എത്രയോ ഭംഗിയേറിയ കോടികൾ മുടക്കി ചെയ്യുന്ന വീടുകളുണ്ട്. അത് ദൈവപ്രസാദമാണോ? അല്ലെന്നേ. മനുഷ്യർ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന റേഷനാണ്, അത് വ്യത്യസ്തമാണ്. നിങ്ങൾ റേഷൻ കടയിൽ ചെന്ന് നോക്കണം. ചിലർക്ക് പഞ്ചസാര കൊടുക്കും, ചിലർക്ക് മണ്ണെണ്ണ കൊടുക്കും, ചിലർക്ക് പച്ചരി കൊടുക്കും, ചിലർക്ക് ചുവന്നേരി കൊടുക്കും, ചിലർക്ക് ഗോതമ്പ് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കില്ല. സ്തോത്രം. ഇതുപോലെ മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന ചില റേഷനാണ്. രക്ഷിക്കപ്പെട്ട് വന്നു, ദൈവം വിളിച്ചു കൊണ്ടുവന്നു, അവനെ വഴിയിൽ തള്ളിയിടാതിരിപ്പാൻ, ജാതികളുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാതെ ദൈവനാമം ദുഷിക്കാതിരിക്കാൻ ചില നന്മകൾ ദൈവം അപ്പോഴപ്പോഴേ തരാറുണ്ട്. അത് കണ്ടിട്ട് ദൈവപ്രസാദം എന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ചിന്തിക്കണം, എന്നിൽ ദൈവപ്രസാദമുണ്ടോ? എന്റെ പ്രാർത്ഥനയിൽ ദൈവപ്രസാദമുണ്ടോ? എന്റെ ശുശ്രൂഷയിൽ ദൈവപ്രസാദം ഇറങ്ങുന്നുണ്ടോ? എന്റെ സഭയ്ക്കകത്ത് ദൈവപ്രസാദം വരുന്നുണ്ടോ? എന്റെ കുഞ്ഞുങ്ങളിൽ ദൈവപ്രസാദമുണ്ടോ? എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവപ്രസാദം ഇറങ്ങി വരുന്നു എന്ന് നമ്മൾ ഇന്ന് ഹിതപരിശോധന ഈ വചനത്തിൽ കൂടെ നടത്തണം. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ദൈവം ഇവരിൽ പ്രസാദിക്കാത്തത്? പൗലോസ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, 5-ാം വാക്യത്തിൽ, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നറിയിപ്പ് തരികയാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു അവരെ തള്ളിയിട്ടതുപോലെ നിങ്ങളും വീണു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത വാക്യം, എന്തുകൊണ്ടാണ്? 6-ാം വാക്യം പറയും, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. കേട്ടോ, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അവർ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവർ വീഴാനുള്ള കാര്യം? എന്തുകൊണ്ടാണ് അവരിൽ ദൈവപ്രസാദം നടക്ക? പ്രസാദപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നു, ആത്മീയാഹാരം കഴിച്ചു, പിന്നീട് മോശയോട് ചേർന്നു, ക്രിസ്തു എന്ന ആ പാറമേൽ അവർ ഉറച്ചു നിന്നു. പിന്നെ എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല? പ്രസാദിക്കാത്തതിന് കാര്യം ഒന്ന്, അവിടെ പറയുന്നു, അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും, പരിശുദ്ധാത്മാവുണ്ട്, സ്നാനമുണ്ട്, വേർപാടുണ്ട്, കൂട്ടായ്മയുണ്ട്, മോശയോടുകൂടെ ചേർന്നു, യേശു ക്രിസ്തുവിനെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇവരുടെ ഉള്ളിനകത്ത് എന്തുണ്ടായിരുന്നു? മോഹമുണ്ടായിരുന്നു. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് 10 കൽപ്പനകൾ എഴുതുമ്പോൾ യഹോവയായ ദൈവം അവസാനം കൊടുത്ത് മോഹിക്കരുത് എന്ന് വെച്ചാൽ 9 കൽപ്പനകളും 9 കൽപ്പനയുടെ അവസാനം പറഞ്ഞു, നീ മോഹിക്കാൻ പാടില്ല. മോഹം ദൈവം വെറുക്കുന്ന ഒരു സാധനമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പല ഇടത്തും അതിനെക്കുറിച്ച് പറയുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണം പിറന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്നു, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഇന്ന് വന്നാൽ യേശു വന്നാൽ ഞാൻ പോകുമെന്ന് ചിന്തിക്കുമ്പോഴും ഇവിടെ ഒരു ദൃഷ്ടാന്തം പൗലോസ് പറഞ്ഞു, നിങ്ങൾ അതുപോലെ ആകരുതേ, നമ്മൾ വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അവർ മോഹികളായി, ദുർമോഹികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദുർമോഹികളായി തീർന്നു. എന്താണ് മോഹം? യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞു, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. പ്രൈസ് ദി ലോർഡ്.
അവനിൽ ദൈവം പ്രസാദിക്കില്ല. കൺമോഹം. ഈ കാണുന്നതൊക്കെ മോഹിച്ചു നടക്കുന്ന രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, പരിശുദ്ധാത്മ പ്രാപിച്ചവരെ, കണ്ണിന് ഇൻപമായത് നിങ്ങൾ മോഹിച്ചു നടക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്നില്ല, നമ്മിൽ പ്രസാദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ സഭകളിലും സന്ദേശങ്ങളിലും വ്യക്തമായി പറയുന്നത്, നമ്മൾ സിനിമ കാണാൻ പാടില്ല, കൺമോഹമാണ്. സീരിയൽ കാണാൻ പാടില്ല, കൺമോഹമാണ്. കോമഡി ഷോ, ഇത് നാടകങ്ങൾ, ഈ ലോകത്തിലെ കൂത്തുകാഴ്ചകൾ, മനുഷ്യന്റെ മനസ്സിനെ മയക്കുന്ന, മനുഷ്യന്റെ ശരീരത്തെ ഇൾക്കിളിപ്പെടുത്തുന്ന പാപങ്ങൾ കാണാൻ പാടില്ലെന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇതാണ് കൺമോഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു സീരിയലിന്റെ മുമ്പിൽ ഇരുന്ന് നോക്കുക. യാദർച്ഛികമായിട്ടാണ് വന്നിരുന്നത്. അടുത്ത ദിവസവും അതേ സമയത്ത് ഈ മോഹം നിങ്ങളവിടെ പിടിച്ചിരുത്തും. നിങ്ങൾ അവിടെ നിന്ന് വിട്ടുകളയുവാൻ അനുവദിക്കുകയില്ല. കാരണം കൺമോഹം അങ്ങനെയാണ്. മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ നിത്യതയിൽ തള്ളി നിത്യതയിലേക്ക് വിടാതെ വണ്ണം ഈ മരുഭൂമി യാത്രയിൽ നിത്യമായ നരകത്തിലേക്ക് തള്ളിയിടുവാൻ, ദൈവപ്രസാദത്തെ തകർത്ത് കളയുവാൻ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് മോഹം. മോഹം ജനിക്കുമാറ് പാപത്തെ ചിന്തിക്കരുതെന്ന് വിശുദ്ധ പൗലൂസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ജഡത്തെ ഇളക്കുന്ന മോഹങ്ങളെ നമുക്ക് ഇന്ന് പകൽക്കാലം റിജക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഉള്ളിനകത്ത് ഏതെങ്കിലും മോഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നെടുത്തു മാറ്റുക. ശിംശോന്റെ പരാജയം അവന്റെ ഉള്ളിലുള്ള ഒരു മോഹമായിരുന്നു. സ്തോത്രം. ഒരു കൊച്ചു മോഹം. കഴിഞ്ഞ ദിവസം കൊന്നിട്ട സിംഹത്തിന്റെ ഉടലിനകത്തുള്ള ആ തേൻ കൂട്ടമെന്തെന്ന്, തേൻ എന്തെന്ന് നോക്കി മാത്രമല്ല, അതിനകത്തുള്ള അല്പമെടുത്ത് നാക്കിൽ രുചിച്ചു നോക്കിയപ്പോൾ അതിന് ഉള്ളിനകത്തുള്ളതിന്റെ മോഹമായിരുന്നു. ശിംശോന് അതുമുതൽ അവന്റെ പരാജയം സംഭവിച്ചു പോയി. എത്രയോ ശക്തനായ മനുഷ്യൻ. ശലോമോനെ നോക്കുക. അവന്റെ ഉള്ളിലുള്ള ചെറിയ മോഹം അവനെ നിത്യതയിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. വീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ ശലോമോൻ എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ ആ പുസ്തകത്തിന്റെ ആ ഭാഗങ്ങളിൽ കാണാനില്ല. ശൗലിനെ നോക്കുക. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഹൃദയത്തിനകത്ത് കയറി ഒരു മോഹം അവന്റെ ജീവിതത്തെ പിച്ചി ചിന്തിക്കളഞ്ഞില്ലേ? ഒരു ദുരാത്മാവിന്റെ മണ്ഡലത്തിലേക്ക് അവനെ കൊണ്ടുപോയില്ലേ? ഒരു കൊച്ചു മോഹം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഹൃദയത്തിനകത്ത് മോഹം വെക്കിച്ച് നമുക്ക് ആരാധിക്കാം, നമുക്ക് അന്യഭാഷ പറയാം, നമുക്ക് പള്ളിയിലെ പ്രധാനിയായി ജീവിക്കാം, നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ ദൈവം ഇതിലൊന്നിലും പ്രസാദിക്കുന്നില്ല. നിങ്ങൾ എത്ര ദിവസം ഉപവസിച്ചാലും, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും, എത്ര മണിക്കൂർ വചനം ധ്യാനിച്ചാലും, എത്ര ദൈവത്തിന് വേണ്ടി കൊടുത്താലും, ഓടിയാലും, എന്തൊക്കെ ചെയ്താലും, ഉള്ളിനകത്തു മോഹം കിടക്കുന്ന കാലം ദൈവപ്രസാദം നിങ്ങളിൽ എന്നിലും ഇറങ്ങി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. മോഹം. ഇന്നത്തെ ന്യൂ ജനറേഷൻ ആത്മീയ കൂട്ടായ്മകളിലെല്ലാം അവർ കൊടുക്കുന്ന സന്ദേശങ്ങളെല്ലാം മോഹമാണ്. ഏതേൻ തോട്ടത്തിനകത്ത് സാത്താൻ ഹവ്വയ്ക്ക് കൊടുത്ത ആദ്യത്തെ സന്ദേശം മോഹമായിരുന്നു. അതുപോലെയല്ലേ നമ്മുടെ പിതാക്കന്മാർ മോഹത്തെ തിരസ്കരിക്കാൻ പറഞ്ഞെടുത്ത് നമ്മുടെ ദൈവദാസന്മാർ മുഴുവൻ പേരും ഇന്നെന്താ സംഭവിച്ചിരിക്കുന്ന? മോഹം ജനത്തിന് വാഗ്ദത്തം ചെയ്യുകയാണ്. മോഹന വാഗ്ദാനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരു വണ്ടി കിട്ടിയവനത് പോരാ, ഇനിയും പ്രാർത്ഥിക്കണം. ഒരു വീട് കിട്ടിയ പോരാ, ഇനിയും പ്രാർത്ഥിക്കണം. ഏതാ ഇത്? ഏതേൻ തോട്ടത്തിനകത്ത് ഹവ്വയ്ക്ക് കൊടുത്ത ആദ്യത്തെ സന്ദേശമാണ് 2025 ഈ അവസാന സമയത്തും നമ്മുടെ കൺവെൻഷനുകളിലും ക്രൂസേഡുകളിലും നമ്മുടെ ആലയങ്ങളിലും നമ്മുടെ മിറക്കിൾ ശുശ്രൂഷകളിലും മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, പാപബോധത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് പ്രസംഗിച്ച പ്രസംഗ പീഠങ്ങളെല്ലാം മാറി.
ഇന്ന് മോഹങ്ങൾ മാത്രം വാക്തത്വം ചെയ്യുന്ന ഒരു പറ്റം ഉപദേശിമാർ നമ്മുടെ ഈ തലമുറയിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പാവപ്പെട്ട ദൈവമക്കളെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടുവാൻ പിശാചിന്റെ ഏജന്റുമാരായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ അത് ഒരാളായി തീരരുത്. ദൈവദാസന്മാരെ, നിങ്ങളും ഞാനും അവരിൽ ഒരാളായി നിങ്ങൾ തീരരുത്. നമ്മൾ അനേകരുടെ വഴികളെ അടയ്ക്കുന്നവരായിട്ടല്ല, നമ്മൾ കാരണം ചിലരുടെ സ്വർഗീയ വാതിലുകളെ തുറക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും കരഞ്ഞും ഉപവസിച്ചും ഇരുന്നു കൊണ്ട് അനേകരെ നിത്യതയിലേക്ക് വരുത്തുവാൻ, നമ്മിൽ ആദ്യം ഒരു ദൈവപ്രസാദം വരാൻ നാം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് എവിടെയോ ചെന്ന് നിങ്ങൾ നോക്കണം, ഏത് യൂട്യൂബ് എടുത്ത് പ്രസംഗം കേട്ട് നോക്കണം, ഏത് കൺവെൻഷൻ നോക്കണം, പണ്ട് പിതാക്കന്മാർ നിന്ന് രക്ഷയെയും മാനസാന്തരത്തെയും പാപബോധത്തെക്കുറിച്ച് അനുതാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ അതേ ഹല്ലേലൂയ വേദികൾ ഇന്ന് മോഹന വാഗ്ദാനങ്ങൾ വിതരണം ചെയ്യുകയാണ്. ഏതേൻ തോട്ടത്തിൽ ഹവ്വയോട് എന്ത് പറഞ്ഞോ അതേ വാഗ്ദത്തങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിന്റെ മക്കളെ ഇതാ അനുഗ്രഹിക്കുന്നു, നിന്നെ വാലല്ല തലയാക്കുന്നു. ഇതൊന്നും ദൈവം ചെയ്യില്ലെന്നല്ല പറയുന്നത്, അത് ദൈവത്തിന്റെ റേഷനാണ്, അത് അതിന്റെ സമയത്ത് ചെയ്തോട്ടെ. പക്ഷേ ഈ പാവപ്പെട്ട ജനത്തിന് പാപബോധം വരുത്തത്തക്കവണ്ണം അവരെ നിത്യതയിലേക്ക് അടുപ്പിക്കേണ്ടതിന് അവരുടെ പാപങ്ങൾ ചൂണ്ടിക്കാണിച്ച വേദികളെല്ലാം മോഹങ്ങൾ ജനിക്കുമാറ്, സ്തോത്രം, മോഹം ജനിക്കുമാറ്, പാപത്തിന്റെ വാക്കുകൾ, അതാണ് പൗലോസ് പറയുന്നത്, വശീകരണ വാക്കുകൾ. നിങ്ങളെ ആരും വശീകരിക്കരുത്. എന്റെ ദൈവമക്കളോട് ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളോട് പറയുന്നു, ദൈവം നിങ്ങളിൽ പ്രസാദിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന മോഹങ്ങളെ നിങ്ങൾ വലിച്ചു കളയുക. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മകനുണ്ട്, മകളുണ്ട്, അവിടെ ഭാവിയല്ലേ ദൈവം കരുതിയിട്ടുണ്ട്. കൃത്യസമയമാകുമ്പോൾ കുഞ്ഞിനെ എത്തിക്കേണ്ടിടത്ത് കുഞ്ഞിനെ എത്തിക്കും. അവർക്ക് വേണ്ടുന്ന ഭാവി ദൈവം ഒരുക്കും. നിങ്ങൾ ആവശ്യമില്ലാത്ത മോഹങ്ങൾ ഉള്ളിനകത്ത് കയറി മോട്ടിവേഷൻ സ്പീച്ചിൽ വീണ് പോകരുത്. ഇന്ന് മൊത്തം പിശാച് ഏതേൻ തോട്ടത്തിൽ മോട്ടിവേഷൻ സ്പീച്ചാണ് ഹവ്വയ്ക്ക് കൊടുത്തത്. ഇതുപോലെയാണ് മോട്ടിവേഷൻ സ്പീച്ച് എന്ന് വെച്ചാൽ ഈ ജഡത്തിന് സുഖം കൊടുക്കുക. പണ്ട് ഞാൻ ഒരിക്കൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ, എൻ്റെ സ്നേഹിതൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു കമ്പനിയാണ്, നല്ല ക്യാഷ് കിട്ടും, 3 ഫോം പൂരിപ്പിച്ച് 3 പേരുടെ കയ്യിൽ കൊടുത്ത് അവരിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ച് ഓഫീസിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലിരുന്നാൽ മതി, നമുക്ക് ഇഷ്ടംപോലെ പൈസ ബാങ്കിൽ വന്നുകൊണ്ടിരിക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ല, എനിക്കതിനോട് വലിയ ഇതില്ല. ഒടുവിൽ ഈ എൻ്റെ സുഹൃത്തിന്റെ ആ സ്നേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ സുഹൃത്തിന്റെ നിർബന്ധത്തിന് വേണ്ടി വഴങ്ങി ഞാൻ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നിരുന്നു. അന്ന് ഒത്തിരി ചെറുപ്പക്കാരികൾ, ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരും നിറഞ്ഞിരിക്കുന്ന ഒരു വേദി. എനിക്ക് ഈ വിഷയത്തോട് വലിയ താല്പര്യമില്ല. എൻ്റെ സ്നേഹിതൻ വളരെ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കൊണ്ടുപോവുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഈ മോട്ടിവേഷൻ സ്പീച്ച് നടത്താൻ വന്ന ഈ മനുഷ്യൻ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ വരുമാനങ്ങളെക്കുറിച്ചും പറയാൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജഡത്തിനകത്ത് ഭയങ്കര സന്തോഷമായി. എനിക്കത് എടുക്കണമെന്ന് തോന്നാൻ തുടങ്ങി. ഞാൻ ആ വേദി വിട്ടു പോകുമ്പോൾ തന്നെ അവിടെ ഓഫീസിൽ കയറി 5000 രൂപ അടച്ച് അവർ തന്ന കിറ്റും ബാക്കിയുള്ള സാധനങ്ങളും ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കരമായ, വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര സ്വപ്നമാണ്, എനിക്ക് വാഹനം എടുക്കണം, എനിക്ക് വീട് വെക്കണം, എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. നോക്കണം, 5000 രൂപ കൊടുത്ത് ഫോം വാങ്ങിച്ചേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജഡം, എൻ്റെ മനസ്സ് കണ്ടോ, ഞാൻ എവിടം വരെ പോയി? മോഹം. ഇന്നത്തെ മെസ്സേജ് മൊത്തം മോഹമാണ്. എന്ന് വെച്ച നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാചൊരുക്കുന്ന ഏജന്റുമാരായി പല ദൈവദാസന്മാരെ തീർത്തു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം ഇതിൽ പ്രതികരിക്കുന്ന കഴിയുന്നില്ല. കുറെ നാൾ കഴിഞ്ഞു, ഫോമൊക്കെ പൂരിപ്പിച്ചു, 3 പേരെ കണ്ടു, 3 പേർക്ക് ഫോം കൊടുത്തു. അവരിന്ന് 5000 രൂപ വാങ്ങിച്ചു, ഓഫീസ് അടച്ചു. മാസം 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഒരു പൈസയും കിട്ടുന്നില്ല. ഒടുവിൽ ഞാൻ എൻ്റെ സ്നേഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ കാണിച്ചത്?
എനിക്കൊന്നും വന്നില്ലല്ലോ. അവൻ പറഞ്ഞു നമ്മൾ ഇനി വർക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെ ആ വേർഡല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, നിങ്ങൾ ഈ 3 ഫോം മാത്രം വർക്ക് ചെയ്താൽ മതി, പിന്നീട് നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, നിങ്ങൾക്കുള്ള വരുമാനം വന്നുകൊണ്ടിരിക്കും. ഇതല്ലേ പ്രിയമുള്ളവരെ? എത്ര ആത്മാക്കളാണ് പിന്മാറിപ്പോയ ദൈവദാസന്മാരെ നിങ്ങളുടെ മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്ത് ഇതാ വരുന്നു, ഇതാ അനുഗ്രഹം വരുന്നു, ഇന്നതാ നിങ്ങൾക്ക് നന്മ വരാൻ പോകുന്നു, അനുഗ്രഹം കിട്ടാൻ പോകുന്നു. ആ സമയത്ത് ഈ ജഡത്തെ ഇളക്കി മറിച്ച് നമ്മൾ ആരാധിച്ച്, അവിടെ കസേര ഉണ്ടെങ്കിൽ കസേര എടുത്ത് മറിച്ച് അവിടെയുള്ള പായകളെ വലിച്ച് കീറി എന്തൊക്കെ ബഹളം കാണിച്ചിട്ടാ പോയത്. ആ വ്യക്തി 3 മാസം കഴിയുന്നതിന് മുമ്പ് അവൻ പിന്മാറ്റക്കാരനായെന്നേ. ഇതിന്റെ പിന്നിൽ ആരാണ് കാരണക്കാരൻ? പിശാചിന്റെ ഏജന്റുമാർ. അത് ആരാക്കി ദൈവം തീർത്തി പിശാച് എടുത്തിരിക്കുകയാണ്. ഓരോ ദൈവദാസന്മാരും സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ ജനത്തിന് ദൈവപ്രസാദം വരുവാൻ തക്കവണ്ണം അവരെ ദൈവകൃപയിൽ കൊണ്ടുവരുന്ന ദൈവവചനങ്ങളെ അവിടെ ഉള്ളിനകത്ത് കൊടുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് മോഹമായിരുന്നു. അവർ ദുർമോഹികളായിരുന്നു. അതിന് 7-ാം വാക്യത്തിൽ ഇങ്ങനെ, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റ്. കണ്ടോ, മോഹമകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മള് കളിയാ ഭയങ്കര. ഹല്ലേലൂയ. ജനം തിന്നുക, കുടിക്കുക, കളിപ്പാൻ എഴുന്നേറ്റ്. ദൈവഭയം വിട്ടുപോയി. പണ്ട് ദൈവഭയമായിരുന്നു, ഇപ്പോഴും ദൈവഭയമൊക്കെ മാറിപ്പോയി. ഇപ്പോഴും ജനം തിന്നുക. സ്തോത്രം. തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? അതിന് പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കുക. ഇനി കുടിപ്പാൻ, ഇനി അടുത്ത് ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റ്. ഇപ്പോൾ ആലയങ്ങൾക്കകത്തെല്ലാം കളിയ, ശുശ്രൂഷകന്മാരുടെ ഇടയിലെല്ലാം കളിയ, ദൈവവചനം ഒരു കളിയ. കാരണം എന്താ? ഇപ്പോഴും ഉള്ളിനകത്ത് മോഹം നിറഞ്ഞിരിക്കുക. ഈ കളിക്കുകയും കളിപ്പിക്കുകയും ചെയ്തിട്ട് നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ദൈവകൃപയിലാ, ദൈവ സാന്നിധ്യത്തിലാ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇസ്രായേലും അങ്ങനെ തന്നെ പറഞ്ഞു. അവരുടെ ഒന്നാമത്തെ പാപം അവരുടെ മോഹമായിരുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാച് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മോഹം ജനിക്കുമാറ് എന്തെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഇപ്പോൾ തന്നെ, ദൈവമേ, എന്നിൽ നീ പ്രസാദിക്കാൻ തടസ്സമായി എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മോഹം എൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത് മാറ്റണമെന്ന് ഒന്ന് കരയുക, ഒന്ന് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വഴിയിൽ പട്ടുപോകേണ്ടി വരും, നിത്യത നമ്മിൽ നിന്നും അകന്നു പോകേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, അതിന് 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണ് പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഏത് സഭയ്ക്കകത്ത രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വചനത്തിൽ വേർപാടിൽ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിന്ന സഭയ്ക്കകത്ത് ഒന്ന് മോഹം ഉണ്ടായിരുന്നു, 2 പരസംഗമായിരുന്നു. എന്താ പരസംഗം? സ്വന്തം ഭാര്യയെ അല്ലാതെ, സ്വന്തം ഭർത്താവിനെ അല്ലാതെ മറ്റൊരുത്തനോട് കൂടെ ജീവിക്കുകയും മറ്റൊരുത്തിയോട് കൂടെ ജീവിക്കുകയും ചെയ്യുന്നതിന് പരസംഗം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വ്യവസ്ഥ ഉള്ള ലൈംഗികമല്ലാത്ത എല്ലാ ബന്ധങ്ങളും പരസംഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി 2, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി 5 പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ ഹൃദയം കൊണ്ട് മോഹിക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തിരിക്കും. എന്നുവെച്ചാൽ പരസംഗം ചെയ്തെന്ന്. ഈ സാധനം അകത്തിരിക്കെയാണ് നമ്മൾ സ്നാനപ്പെട്ടു, ദൈവ സാന്നിധ്യം കൂടെയുണ്ട്, കുഴപ്പമില്ല എന്ന് പറയും. കർത്താവ് പറയുന്നു, നിന്നെ വഴിയിൽ തള്ളിയിടും. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മറ്റാരോടെങ്കിലും ആത്മീയ ജീവിതത്തിൽ, പാസ്റ്ററാകട്ടെ, വിശ്വാസിയാകട്ടെ, ആര് തന്നെയായിരുന്നാലും ശരീരത്തിന് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ചിലപ്പോൾ പ്രവാചകന്മാർ വന്ന പ്രവാചകൻ പ്രവചിച്ച് കാണില്ല, നിങ്ങളാരും ഇതുവരെ കൈയോടെ പിടിച്ചു കാണില്ലായിരിക്കാം. അതുകൊണ്ട് ദൈവം പൊട്ടനല്ല, ദൈവം മൂടനല്ല. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ,
ഞാൻ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകിയില്ല. ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ ഗ്രഹിക്കരുത്. സ്തോത്രം. ദൈവം നമ്മളെപ്പോലുള്ള ഒരാളെന്ന് നീ ചിന്തിക്കരുത്. ദൈവത്തെ മറക്കരുത്. രഹസ്യ ജീവിതത്തിൽ ദൈവം തന്ന തുണയിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ വിചാരത്തിലോ നിങ്ങൾ മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ദൈവത്തോട് ഏറ്റു പറയണം. ഇന്ന് തന്നെ നിങ്ങൾ ഏറ്റു പറഞ്ഞത് ഉപേക്ഷിക്കണം. അത് പാസ്റ്റർമാരായിരുന്നാലും, പാസ്റ്റർ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നാലും, പാസ്റ്റർ മക്കളായിരുന്നാലും, സഭയുടെ വിശ്വാസിയായിരുന്നാലും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നുന്ന ഒരു വ്യക്തി ദൈവപ്രസാദം നിങ്ങളിൽ വരണമെങ്കിൽ ആ പരസംഗം ഇന്നെടുത്ത് മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ശരീരം കൊണ്ട് നമ്മൾ പരസംഗം ചെയ്തില്ലെങ്കിലും മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന പരസംഗങ്ങൾ, ഫോണിൽ കൂടെ വിളിക്കുന്ന പരസംഗത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇന്നിവിടെ ഇരുന്ന് ആ ബലഹീനത, ആ കുറവിനെ ഇന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഇല്ലെങ്കിൽ നിത്യത നമുക്ക് അടയപ്പെടുവാനിടയാകും. അവരുടെ രണ്ടാമത്തെ തെറ്റ്, മൂന്നാമത്തെ തെറ്റ്, കർത്താവിനെ അവർ എന്ത് ചെയ്തു? പരീക്ഷിക്കരുത്. പരീക്ഷിക്കാൻ തുടങ്ങി. ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കിവിടെ ഇറച്ചി, സ്വർഗീയ ആഹാരം കൊടുത്തവരാ. ദൈവത്തിന് എതിരെ ഓരോന്ന് പറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടിട്ടും ദൈവത്തിനെതിരെ എന്ന് വെച്ചാൽ ദൈവത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കാത്തതെല്ലാം ദൈവത്തിനെതിരെയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിരിക്കരുത്. ഞാൻ ചെന്ന് പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരുന്ന ഞാൻ ദൈവത്തെ പരീക്ഷിക്കുക. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നതിന് അപ്പുറമായി ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നു, പഠിക്കാതെ ദൈവം എന്നെ ജയിപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. പഠിക്കാൻ ബുദ്ധി തന്നിട്ടുണ്ട്, അതിനുള്ള സാഹചര്യം തന്നിട്ടുണ്ട്, അതിനുള്ള സമയം തന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവപ്രവൃത്തി കാണാം. പ്രൈസ് ദി ലോർഡ്. ചിലര് മരുന്ന് ഉപയോഗിക്കില്ല, എന്നാൽ പ്രാർത്ഥിക്കുകയില്ല. ദൈവം സൗഖ്യം തരും, ദൈവം സൗഖ്യം തരും, ദൈവം സൗഖ്യം തരും. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആഴത്തിൽ വിശ്വസിക്കണം. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വിടുതൽ തരും. ജീവിതത്തിൽ എന്റെ ബലഹീനതയാണോ ഞാൻ ഏറ്റു പറയുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കും. മനസ്സിലായോ? ദൈവത്തെ പരീക്ഷിക്കരുത്. ഇസ്രായേൽ മക്കളുടെ മൂന്നാമത്തെ പാപം അവരുടെ ജീവിതത്തിലെ ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങി. നാലാമത്തെ പാപം, അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തെ പരീക്ഷിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? സർപ്പങ്ങളാൽ നശിച്ചു പോയി. പൈശാചിക ശക്തികൾ അവരെ സ്വാധീനിക്കാൻ തുടങ്ങി. ദൈവത്തെ നിങ്ങൾ പരീക്ഷിച്ചാൽ ഈ ലോകത്തിലെ ഇരുട്ടിന്റെ ശക്തിയുടെ നടുവിൽ നിങ്ങൾ അതിന്റെ സ്വാധീന വലയത്തിൽ വീഴേണ്ടി വരും. ദൈവത്തെ പരീക്ഷിക്കരുത്. എന്നോട് ദൈവാത്മാവ് ഇന്ന് ഈ സന്ദേശം പറയുന്നു, ആരൊക്കെയോ ദൈവത്തെ പരീക്ഷിക്കുക, ദൈവത്തോട് മറുതലിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ചെയ്യരുത്. സാത്താൻ നിങ്ങളെ വേട്ടയാടിക്കളയും, സാത്താൻ നിങ്ങളെ ഒതുക്കിക്കളയും, സാത്താൻ നിങ്ങളുടെ നന്മകളെ തളർത്തിക്കളയുവാനിടയാകും. നോക്കുക, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, സർപ്പങ്ങളാൽ നശിച്ചു പോയി. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ 10-ാം വാക്യം നിങ്ങൾ വായിക്കുക. അവരിൽ ചിലർ പിറുപിറുത്തു. അവരിൽ ചിലർ എന്ത് ചെയ്തു? പിറുപിറുത്തു. പിറുപിറുപ്പ് അവരുടെ ജീവിതത്തിൽ വന്നു. നമ്മളും അങ്ങനെയാണ്. ദൈവദാസനെതിരെ പിറുപിറുക്കും, ദൈവത്തിനെതിരെ പിറുപിറുക്കും. എനിക്കത് തന്നില്ല, അവർക്കത് കൊടുത്തു. ഇത് പിറുപിറുപ്പാണ്. സ്തോത്രം. നമ്മുടെയൊക്കെ ലൈഫിൽ ദൈവദാസന്മാർക്കെതിരെ പിറുപിറുക്കരുത് കേട്ടോ. ദൈവദാസന്മാരുടെ കയ്യിൽ ഒന്നുമില്ല, ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. കുറെ ദശാംശം കൊടുത്തു, അത് ദൈവത്തിനാണ് കൊടുക്കുന്നത്, ദൈവദാസനല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവത്തിന് പണം വേണമെന്ന്.
ദൈവത്തിന് പണം വേണ്ട, ദൈവപ്രവൃത്തിക്ക് ദൈവത്തിന് പണം വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിനാ ചെയ്യുന്നത്. അത് കൊടുത്ത വ്യക്തികളെ നോക്കിയിട്ട് പുറവെറുക്കാൻ നിൽക്കരുത്. അത് ശാപമാണ്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവരിൽ 10-ാം വാക്യം, അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരികളാൽ നശിച്ചതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പിറുപിറുപ്പൊക്കെ മാറ്റണം. എല്ലാ പിറുപിറുപ്പും, ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാത്തിനും പിറുപിറുപ്പാണ്. ദൈവം കൊടുത്താലും പിറുപിറുപ്പ്. ചില അല്ലെങ്കിൽ മക്കളെ കിട്ടിയില്ലെങ്കിലും ദൈവമേ ഇത്ര വർഷമായി എൻ്റെ മോള് വിവാഹം കഴിച്ചിട്ട് ദൈവമേ ഒന്നും കൊടുത്തില്ലല്ലോ. അപ്പുറത്തെ ശോശാമ്മയുടെ മോന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊടുത്തു, അവൻ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. എൻ്റെ മോന് ദൈവമേ ഇതുവരെ കൊച്ചിനെ കിട്ടിയില്ലല്ലോ. ദൈവമേ എന്താപ്പാ ഇങ്ങനെയൊക്കെ, എന്താപ്പാ ഇങ്ങനെ പിറുപിറുപ്പാ. എന്നാൽ അവൻ്റെ ഭാര്യ ഗർഭിണിയായി, അതിന് പിറുപിറുപ്പാ. അതിനെന്താ പിറുപിറുപ്പ്? ദൈവമേ ഞാൻ നോക്കാം ഇനി എങ്ങനെ, ആര്, എന്ത്, അവിടെ എല്ലാത്തിനും പിറുപിറുപ്പ്. നിങ്ങൾ അങ്ങനെ പിറുപിറുക്കരുത് കേട്ടോ. നിങ്ങൾ നശിച്ചു പോകും. പിശാച് നിങ്ങളെ വേട്ടയാടി കളയും, ദൈവം കൈവിട്ട് കളയും. അവർ മരുഭൂമിയെ തള്ളിക്കളഞ്ഞു എന്നാണ് അവിടെ വചനം പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെയുണ്ട്. അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, അവർ വിഗ്രഹാരാധികൾ ആയിത്തീർന്നു. വിഗ്രഹാരാധികൾ. എന്താണ് വിഗ്രഹം എന്ന് പറയുന്നത്? ദൈവത്തെക്കാൾ അധികമായി മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നത് അത് വിഗ്രഹമാണ്. ഇത് ആരുടെ ഇടയിൽ ഉണ്ടായിരുന്നു? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ എന്ന ഇസ്രായേലിന്റെ മേൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലൂസ് അവസാനം പറഞ്ഞു നിർത്തുന്നൊരു വാക്യമുണ്ട്, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ആകിയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാവേ, എൻ്റെ പിതാവേ, എൻ്റെ സഹോദര, എൻ്റെ ദൈവദാസന്മാരെ, നമ്മൾ സ്നാനപ്പെട്ടവരായിരിക്കാം, രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സഭയിൽ കൂട്ടായ്മയിൽ നല്ലൊരു കൂട്ടായ്മയിൽ നിങ്ങൾ പോകുന്നവരായിരിക്കാം, ഒരുപക്ഷെ ദൈവദാസനായിരിക്കാം, ദൈവദാസിയായിരിക്കാം, ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ദൈവം ചോദിക്കുന്നു, ദൈവപ്രസാദം നിങ്ങളുടെ മിനിസ്ട്രിയിലുണ്ടോ? നിങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവപ്രസാദമുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഹിതപരിശോധന. കാരണം എന്താണ്? ഒന്ന്, മോഹം നമ്മളിലുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കില്ല. 2, വിഗ്രഹാരാധിയാണെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല. 3, പരസംഗം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കില്ല. 4, പിറുപിറുപ്പ് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കില്ല. 5, ദൈവത്തെ പരീക്ഷിക്കുന്നെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കില്ല, ദൈവം നമ്മെ തള്ളിക്കളയും. ആകയാൽ ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ദൈവം ഒരു ദൃഷ്ടാന്തമായി ഇത് തന്നിരിക്കുകയാണ്. ആകയാൽ ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ വേർപെട്ട കൂട്ടായ്മയിലാണ് പോകുന്നത്, എനിക്ക് അന്യഭാഷയുണ്ട്, എനിക്ക് കൃപാവരമുണ്ട് എന്നൊക്കെ ചിന്തയ്ക്കൊന്ന് മാറ്റാം. നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിൽ വീഴാതിരിപ്പാൻ നമുക്ക് സൂക്ഷിക്കണം. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും മോഹമുണ്ടെങ്കിൽ, കൺമോഹമുണ്ടെങ്കിൽ, ജഡമോഹമുണ്ടെങ്കിൽ, ജീവനത്തിന്റെ പ്രതാപമുണ്ടെങ്കിൽ, ഈ ജഡമോഹമൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു രക്ഷയില്ല. ജഡം എന്ത് ആഗ്രഹിക്കുന്നോ അത് നമ്മൾ ചെയ്തു കൊടുക്കും. പ്രിയമുള്ളവരെ, ഈ ജഡത്തെ പിടിച്ചൊക്കെ കെട്ടണം. ഹല്ലേലൂയ. ജഡം പറയുന്നതിന്റെ എല്ലാത്തിൻ്റെ കൂടെ പോകരുത്. അത് ജഡമോഹിയായി തീരും. ഹല്ലേലൂയ. കൺമോഹം, കണ്ണ് പറയുന്നിടത്തെല്ലാം നിങ്ങളുടെ കണ്ണിനെ വിടരുത്. നമ്മുടെ കൺമോഹിയായി തീരും. ജീവനത്തിന്റെ പ്രതാപം, ജീവിതത്തിനകത്ത് ആ പ്രതാപത്തിൽ ജീവിക്കാൻ നമ്മൾ വിടുക. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് വിട്ട് പോകേണ്ടവരാണ്. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. യേശുവിന്റെ വരവ് വരാൻ പോവുകയാണ്. ഏത് സമയത്തും വരാം. ചിലപ്പോൾ ഇന്ന് പ്രസംഗം തീർന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നിങ്ങളെ വിളിച്ച വിശുദ്ധനായ ദൈവം പേർ വിളിക്കുന്നത്. നിങ്ങളെവിടെ കാണുമോ? നമ്മൾ ചിന്തിക്കും, കഴിഞ്ഞ ഞായറാഴ്ച പ്രത്യാശയുടെ ഗാനം പാടി ദൈവത്തെ സ്തുതിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ ആത്മീയത നയിക്കുന്നത്. പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ മോഹങ്ങളോ പരസംഗങ്ങളോ പിറുപിറുപ്പോ ദൈവത്തെ പരീക്ഷിക്കുന്ന സ്വഭാവമോ ദൈവത്തെക്കാൾ മറ്റെന്തിനെങ്കിലും അധികമായി സ്നേഹിക്കുന്ന വിഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പുറത്താക്കുക. ഇസ്രായേൽ മക്കളിൽ 2 പേർ മാത്രമാണ് അവസാനം കനാനിലെത്തിയത്. ഈ ആരൊക്കെയാണ്? കാലേബും ഹല്ലേലൂയ യോശുവയും മാത്രം എത്തുവാനിടയായി. കാരണം എന്തെന്നറിയണ്ടേ?
അവരുടെ ഉള്ളിൽ ഈ 5 കാര്യങ്ങൾ ഇല്ലാത്തവർ മാത്രം അവിടെ എത്തുവാനിടയായി. ബാക്കി 25 ലക്ഷത്തോളം ആൾക്കാർ വഴിയിൽ പട്ടുപോകാനിടയായി. വഴിയിൽ ദൈവം പ്രസാദിക്കാത്തതുകൊണ്ട് തള്ളിക്കളയാനിടയായി. ദൈവം അവരെ സംരക്ഷിക്കാത്തതുകൊണ്ട് വീഴുവാനിടയായി. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയട്ടെ, ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഭൗതിക നന്മകളെ കണ്ടിട്ട് ദൈവം എന്നിൽ പ്രസാദിച്ചെന്ന് ചിന്തിച്ചു കളയരുത്. അത് ദൈവത്തിന്റെ റേഷനാണ്. ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്തത് കൊണ്ട്, നമ്മളെ ദൈവം വിളിച്ച ദൈവം ജാതികളുടെ മുമ്പിൽ നിന്നയ്ക്ക് നമ്മളെ ഇടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്, ഞാനെല്ലാം ശരിയായെന്ന് ചിന്തിക്കരുത്. ഒന്നിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് ചിന്തിക്കുക. കർത്താവേ, ഈ 5 കാറ്റഗറി ഇസ്രായേൽ മക്കൾ വീണത് ഈ 5 വിധമാകുന്ന പാപമാണ്. ഈ 5 വിധമാകുന്ന പാപങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റുപറയുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവമേ, അടിയനോട് പറഞ്ഞ സന്ദേശം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അടിയൻ പകരുകയാണ്. ചില കുടുംബങ്ങളും കൂടെ, ചില വ്യക്തികളും കൂടെ അവിടെ മോഹം വിട്ട്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം വിട്ട് ദൈവസന്നിധിയിലേക്ക് വരട്ടെ കർത്താവേ. ചിലരുടെ ഹൃദയ രഹസ്യമുള്ള പരസംഗങ്ങൾ വിട്ട് അവർ തിരിഞ്ഞു വരട്ടെ കർത്താവേ. ചിലർ ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവത്തോട് പുറകുറുക്കുകയും ചെയ്യുന്ന സ്വഭാവം വിട്ട് വരട്ടെ കർത്താവേ. ദൈവത്തെക്കാൾ വലുതായി കാണുന്ന വിഗ്രഹങ്ങൾ ഇവരിൽ നിന്ന് ഉടഞ്ഞു മാറട്ടെ കർത്താവേ. ദൈവമേ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ സന്ദേശം വളരെ വിടുതലായി തീരുവാൻ, അത്ഭുതമായി തീരുവാൻ ഇടവരുത്തണമേ. ആരെങ്കിലും ജീവിതത്തിനകത്ത് ഇത് മുഖേന പിശാച് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിശാച് അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഈ ഭൂമിയുടെ ഇരുട്ടിന്റെ വ്യാപാരം അവിടെ ആത്മീയ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ കെട്ടുകളെ ഞങ്ങൾ അടിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇപ്പോൾ തന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ കേട്ട സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ടെ. നമ്മുടെ ജീവിതം എപ്പോൾ പോകുമെന്നറിയില്ല. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. ദൈവം വരാൻ പോവുകയാണ്, യേശു വരാൻ പോവുകയാണ്. അവന്റെ ചിലമ്പൊലി ശബ്ദം നമ്മൾ ഈ ലോകത്ത് കേട്ടുകൊണ്ട്, ഇതാണ്ട് ഇന്ന് രാവിലെ കേട്ട് നിങ്ങൾ വായിച്ച വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കർത്താവ് വരുന്നു എന്നതിന്റെ ചിലമ്പൊലി ശബ്ദം കേട്ട് കഴിഞ്ഞില്ലേ? ഇനി എന്തിനു താമസിക്കുന്നു? ജീവിതത്തിലെ മോഹങ്ങളും പാപങ്ങളും കളഞ്ഞ് നമുക്ക് ക്രിസ്തുവിൽ ദൈവപ്രസാദമുള്ളവരായി ജീവിക്കാം. ദൈവപ്രസാദം വരണമെങ്കിൽ വിശുദ്ധി ഉറപ്പാണ്. നമുക്ക് വിശുദ്ധി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ ഇടവരുത്തട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നിങ്ങളുടെ സ്നേഹിതർക്കും, നിങ്ങളുടെ ഗ്രൂപ്പുകൾക്കും, നിങ്ങളുടെ ദൈവസഭകൾക്കും ഇത് ഷെയർ ചെയ്യാൻ മടിക്കണ്ട. നമുക്ക് ഒരുമിച്ച് വീണ്ടും അടുത്ത മറ്റൊരു ഭാവമായി കാണാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.